നോളജ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ പരീക്ഷ എഴുതിയവരെല്ലാം അർഹതാ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു PSCയുടെ റാങ്ക് ലിസ്റ്റ് അല്ലെങ്കിൽ PSCയുടെ അർഹതാ ലിസ്റ്റ് നിലവിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഏതെന്ന് നമുക്ക് നോക്കാം. ലിസ്റ്റിൽ 4212 പേര്, ഒഴിവ് 556. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ ഒരു കാര്യം പറയുന്ന അല്ലെങ്കിൽ പരീക്ഷ എഴുതിയവരെല്ലാം അർഹതാ ലിസ്റ്റിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യ വകുപ്പിലേക്കുള്ള മുനിസിപ്പൽ കോമൺ സർവീസിലേക്കുള്ള ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് ഗ്രേഡ് 2 എന്ന് പറയുന്ന തസ്തികയുടെ കാര്യമാണ്. അർഹതാ ലിസ്റ്റിൽ 4212 പേരാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പരീക്ഷ എഴുതിയ എല്ലാവരെയും ഈ ഒരു ലിസ്റ്റിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും അതിശയകരമായിട്ടുള്ള കാര്യം. മെയിൻ പരീക്ഷ ഫെബ്രുവരി 23 ഓൺലൈനായിട്ടായിരിക്കും നടത്തുക. നേരിട്ടുള്ള നിയമനത്തിനൊപ്പം NCA SSCC സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് പരീക്ഷയും ഇതോടൊപ്പം തന്നെ നടക്കുന്നതുണ്ടാവും. ഹിന്ദു, നാടാർ, മുസ്ലിം പോലുള്ള ബാക്കി എല്ലാ അർഹതാ ലിസ്റ്റുകളും ഇതിനോടകം തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ 20/12/2019 അതുപോലെ തന്നെ 10/11/2020 എന്നീ ദിവസങ്ങളിലൊക്കെ ആയിരുന്നു ഇതിൻ്റെ പരീക്ഷകൾ. 12 കാറ്റഗറികളായിട്ട് നടത്തുന്ന മെയിൻ പരീക്ഷയ്ക്ക് ശേഷം ഓരോ കാറ്റഗറിക്കും പ്രത്യേക റാങ്ക് ലിസ്റ്റ് തന്നെ തയ്യാറാക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഓരോ ജില്ലയിലെയും എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് എന്ന് പറയുന്ന ഈ ഒരു തസ്തികയുടെ ഓരോ ജില്ലയുടെയും ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെയും ഒഴിവുകളുടെയും കാര്യം ഇതിനകത്ത് പറയുന്നുണ്ട്. തിരുവനന്തപുരത്തിനകത്ത് 558 പേര് ലിസ്റ്റിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. 39 ഒഴിവുകളാണ് ഉള്ളത്. കൊല്ലത്ത് 38 പേരാണ്, 72 ഒഴിവുകളുണ്ട്. പത്തനംതിട്ട 228 പേര്, 10 ഒഴിവുകളാണുള്ളത്. ആലപ്പുഴ 317 പേര്, 60 ഒഴിവുകളാണ്. കോട്ടയം 319, 55 ഒഴിവ്. എറണാകുളം 175, ഇടുക്കി 175, 39 ഒഴിവ്. എറണാകുളം 380, 64 ഒഴിവ്. അപ്പോൾ അങ്ങനെ കാണുന്ന പോലെ തന്നെ നിങ്ങൾ ബാക്കിയുള്ള ജില്ലകളും കൂടി ജസ്റ്റ് ഒന്ന് നോക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സിന്റെ ഒഴിവുകളും അതുപോലെ തന്നെ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആൾക്കാരുടെ എണ്ണവും. അതുപോലെ തന്നെ നമ്മുടെ കേട്ടറ്റ് പരീക്ഷയുടെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞു കാണും. അതിൽ 26.51% പേര് ജയിച്ചിട്ടുണ്ടെന്നാണ് ഇതിനകത്ത് പറയുന്നത് കേട്ടോ. അപ്പോൾ സംസ്ഥാനത്തെ സ്കൂൾ അധ്യാപക യോഗ്യതാ പരീക്ഷയിൽ കേട്ടറ്റിലെ 26.5% വിജയമുണ്ട്. 4 വിഭാഗങ്ങളായിട്ട് 1,24,996 പേര് എഴുതിയ പരീക്ഷയിൽ 33,138 പേരാണ് ഇതിനകത്ത് വിജയിച്ചിട്ടുള്ളത്. അപ്പോൾ കേട്ടറ്റിന്റെ എക്സാമിനേഷനും കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത് നമുക്ക് പറയേണ്ടത് ഒരുപാട് കാലമായിട്ട് വരാതിരുന്ന ഒരു ലിസ്റ്റാണ് നമ്മുടെ അസിസ്റ്റന്റ് പ്രൊഫസറുടേത്. അപ്പോൾ അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ റാങ്ക് ലിസ്റ്റുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. കൂടുതൽ പേര് ഇംഗ്ലീഷിന്റെ ലിസ്റ്റിനകത്താണുള്ളതെന്ന് നമുക്ക് നോക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇതിനകത്ത് ഓരോ വിഷയവും മെയിൻ ലിസ്റ്റിനകത്ത് എത്ര പേരുണ്ട് എന്നുള്ള കാര്യം നമുക്ക് കാണാം. അപ്പോൾ ഹിസ്റ്ററിയൊക്കെ നോക്കുകയാണെങ്കിൽ മെയിൻ ലിസ്റ്റിന് 43 പേരുണ്ട്, സപ്ലിമെന്ററിയിൽ 52 പേരുണ്ട്, ഭിന്നശേഷിയിൽ 7 പേരുണ്ട്. ആകെ മൊത്തത്തിൽ ഹിസ്റ്ററിയിലുള്ളത് 102 പേരും. ഒഴിവുകളാണെങ്കിൽ 7 ഒഴിവുകളും മാത്രമാണ് ഉള്ളത്. അപ്പോൾ കഴിഞ്ഞ ലിസ്റ്റിനകത്താണെങ്കിൽ 27 പേരെ മാത്രമേ ഇതിനകത്ത് എടുത്തിട്ടുള്ളൂ. എക്കണോമിക്സിലാണെങ്കിൽ 165 പേര് റാങ്ക് ലിസ്റ്റിനകത്തുണ്ട്. 15 ഒഴിവുകൾ മാത്രമാണ് എക്കണോമിക്സിനുള്ളത്. കഴിഞ്ഞ ലിസ്റ്റിനകത്ത് 48 പേരെയാണ് എടുത്തിട്ടുള്ളത്. ഇംഗ്ലീഷിനകത്താണെങ്കിൽ 364 പേരാണ് റാങ്ക് ലിസ്റ്റിനകത്തുള്ളത്. അതിൻ്റെ ഒഴിവുകൾ 4 ഒഴിവുകൾ മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിനകത്ത് നിന്ന് 193 പേരാണ് എടുത്തിട്ടുള്ളത്. മാത്തമാറ്റിക്സ് 188 ഒഴിവ്, 98 പേരുണ്ട്. 20 ഒഴിവുകളാണ്. മുൻ റാങ്ക് ലിസ്റ്റിൽ നിന്ന് 76 പേര്. ഫിസിക്സിൽ നിന്ന് 214 പേര്. അതിൽ 3 ഒഴിവുകളാണ് ഫിസിക്സിനും കെമിസ്ട്രിക്കും ഉള്ളത്. അതിൽ തന്നെ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഫിസിക്സിലേക്ക് എടുത്തത് 72 പേരെയും കെമിസ്ട്രിയിലേക്ക് എടുത്തത് 65 പേരെയുമാണ്. ഓക്കെ, പുനഃപരിശോധനയില്ല, ഫോട്ടോ കോപ്പി മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഇതിൻ്റെ എക്സാമിനേഷൻ്റെ ഭാഗമായിട്ട് കൊടുക്കത്തുള്ളൂ എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കമ്പനി ബോർഡ് അസിസ്റ്റന്റിലേക്ക് 92 നിയമന ശുപാർശ കൂടി വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. കമ്പനി കോർപ്പറേഷൻ ബോർഡ് അസിസ്റ്റന്റ് റാങ്ക് ലിസ്റ്റുകളിൽ നിന്ന് 92 പേർക്ക് കൂടി നിയമന ശുപാർശയായിട്ടുണ്ട്. KSFE, KSEB തുടങ്ങിയതിലേക്ക് 67 പേർക്കും അതുപോലെ തന്നെ ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡ് അതുപോലെ തന്നെ ഫാമിംഗ് കോർപ്പറേഷൻ തുടങ്ങിയ സ്ഥാപനങ്ങളിലേക്ക് 25 പേർക്കുമാണ് ശുപാർശ ലഭിച്ചത്. ഇതോടെ 2 ലിസ്റ്റിലുമായിട്ട് യഥാക്രമം 3883 1684 ഉദ്യോഗാർത്ഥികൾക്കും ശുപാർശ ലഭിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റിന് 92 പുതിയ ശുപാർശകളോട് വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. അടുത്ത് പറയേണ്ടത് നമ്മുടെ സബ് ഇൻസ്പെക്ടറുടെ ഷോർട്ട് ലിസ്റ്റിനെ കുറിച്ചാണ്. അപ്പോൾ സബ് ഇൻസ്പെക്ടറിന്റെ ഈ ഒരു ഷോർട്ട് ലിസ്റ്റിനകത്ത് 3134 പേരാണ്
ഉൾപ്പെട്ടിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്. സബ് ഇൻസ്പെക്ടർ ട്രെയിനിങ് കാറ്റഗറി നമ്പർ 338/2019 എന്ന് പറയുന്ന കാറ്റഗറി നമ്പറിലേക്കുള്ള ഷോർട്ട് ലിസ്റ്റുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. മെയിൻ ലിസ്റ്റ് 2017, സപ്ലിമെന്ററി ലിസ്റ്റിൽ 1117 എന്നിങ്ങനെ ആകെ മൊത്തത്തിൽ 3134 പേരെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കട്ട് ഓഫ് 38.67 ആയിരുന്നു കേട്ടോ. അപ്പോൾ സബ് ഇൻസ്പെക്ടറിന്റെ മെയിൻസിന്റെ കട്ട് ഓഫ് 38.67 മാർക്കായിരുന്നു. കാറ്റഗറി 2 മിനിസ്റ്റീരിയൽ വിഭാഗത്തിൽ 54 പേരെയും കാറ്റഗറി 3 കോൺസ്റ്റാബുലറി വിഭാഗത്തിൽ 198 പേരെയും ലിസ്റ്റിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ IRBയുടെ പോലീസ് കമാൻഡോയുടെ ഷോർട്ട് ലിസ്റ്റ് ആയിട്ടുണ്ട്. ഈ 2298 പേര് 2300 പേര് അടുപ്പിച്ച് എന്ത് ചെയ്യുന്നുണ്ട് IRBയുടെ കമാൻഡോ ഷോർട്ട് ലിസ്റ്റിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യ റിസർവ് ബറ്റാലിയനിലേക്കുള്ള പോലീസ് കോൺസ്റ്റബിളിലേക്കുള്ള കമാൻഡോ വിഭാഗത്തിന്റെ ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച കാര്യം നമുക്ക് എല്ലാവരും അറിഞ്ഞാണ്. ഇതിന്റെ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുണ്ടായിരുന്നു എത്രയായിരുന്നു? 53 മാർക്കായിരുന്നു IRBയുടെ കമാൻഡോ വിഭാഗത്തിന്റെ കട്ട് ഓഫ് മാർക്ക്. അതുപോലെ തന്നെ LDC തിരുവനന്തപുരത്തിലേക്ക് 149 പേർക്ക് കൂടി ഉടൻ നിയമനം ലഭിക്കുമെന്നാണ് കേരള PSC പറയുന്നത്. അതുപോലെ തന്നെ അസിസ്റ്റന്റ് ഡയറക്ടർ എന്ന് പറയുന്ന എക്സാമിനേഷനിലേക്കുള്ള 4 ചോദ്യങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. 2 ഉത്തരങ്ങൾ തിരുത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ കോഡ് A പ്രകാരം 60ാമത്തെ ചോദ്യവും അതുപോലെ 71ാമത്തെ ചോദ്യവും മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒഴിവാക്കിയ ചോദ്യങ്ങൾ എന്ന് പറയുന്ന 1ാമത്തെ ചോദ്യം കണ്ടല്ലോ, 1ാമത്തെ ചോദ്യം, 9ാമത്തെ ചോദ്യം, അതുപോലെ തന്നെ 62ാമത്തെ ചോദ്യം, 66ാമത്തെ ചോദ്യം ചെയ്തിട്ടുണ്ട്, ഒഴിവാക്കിയിട്ടുണ്ടെന്നും പറയുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ പോലീസ് വിഭാഗത്തിന്റെ ഫിസിക്കൽ ടെസ്റ്റുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഫയർ ഓഫീസറിന്റെ ഡ്രൈവർ പ്രായോഗിക പരീക്ഷ 7-ാം തീയതി മുതൽ ആരംഭിക്കുന്നുണ്ട്. ഫെബ്രുവരി 7-നാണ്. അപ്പോൾ പരീക്ഷ ഡേറ്റുകളും കാര്യങ്ങളും ഇതിനകത്ത് കാണാൻ കഴിയും. നമ്മുടെ ആശ്രമ മൈതാനത്തിൽ വെച്ചിട്ട് ഫെബ്രുവരി 7, 8, 9, 10-നാണ്. അതുപോലെ തന്നെ AR ഗ്രൗണ്ട് കളമശ്ശേരിയിൽ വെച്ചിട്ട് 8, 9, 10-ാം തീയതിയാണ്. അതുപോലെ തന്നെ AR പരേഡ് ഗ്രൗണ്ട് മാലൂർ കോഴിക്കോടൊക്കെ വെച്ചിട്ട് ഫെബ്രുവരി 8, 9, 10, 13-ാം തീയതികളിലാണ്. അതുപോലെ തന്നെ പോലീസ് ടെലികമ്മ്യൂണിക്കേഷന്റെ കായികക്ഷമതാ പരീക്ഷ 6-ാം തീയതി മുതൽ ആരംഭിക്കുന്നു എന്ന് പറയുന്നുണ്ട്. എക്സൈസ് ഓഫീസറിന്റെ എൻട്രൻസ് ടെസ്റ്റ് 6-നും 7-നും നടക്കുന്നതാണ്. പോലീസ് ബാൻഡിന്റെ ഫെബ്രുവരി 8-ാം തീയതി വരെ അപേക്ഷിക്കാമെന്ന് നമ്മുടെ ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ലിസ്റ്റിനകത്തുള്ളവരും നമ്മുടെ പോലീസ് ബാൻഡിനൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരും അതുകൂടി ഒന്ന് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ വിമൻ സിവിൽ പോലീസ് ഓഫീസർ അല്ലെങ്കിൽ വനിതാ പോലീസിലേക്ക് 2.7 ലക്ഷം അപേക്ഷകരാണുള്ളത്. സബ് ഇൻസ്പെക്ടർ ആണെങ്കിൽ വനിതകൾ 1,96,000 പേരാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ വനിതാ SIയിലേക്ക് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ പോലീസ് വകുപ്പിലേക്കുള്ള വനിതാ സിവിൽ പോലീസ് ഓഫീസർ തസ്തികയിലേക്ക് 2,07,000 പേര് അപേക്ഷ സമർപ്പിച്ചു. ഫെബ്രുവരി 1 വരെയായിരുന്നു അപേക്ഷ സ്വീകരിക്കേണ്ട അവസാന തീയതി. സബ് ഇൻസ്പെക്ടർ തസ്തികയിലേക്ക് 1,96,669 പേരും സെക്രട്ടേറിയറ്റ് PSC തുടങ്ങിയ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഗ്രേഡ് 2 തസ്തികയിലേക്ക് 23,919 പേരും അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ തസ്തികയിലേക്ക് 10,787 പേരും തസ്തികയിലേക്ക് അപേക്ഷ കൊടുത്തിട്ടുണ്ടെന്നാണ് നമ്മുടെ കേരള PSCയുടെ ലേറ്റസ്റ്റ് റിപ്പോർട്ടായിട്ട് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ LD ടൈപ്പിസ്റ്റിലേക്ക് 26,973 അപേക്ഷകർ വന്നിട്ടുണ്ട്. കണ്ടല്ലോ, ഓരോ ജില്ലയിലെയും അപേക്ഷകർ എത്രയാണെന്ന് ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സർവകലാശാല LGS അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി LGS തസ്തികയിലേക്ക് 4,32,000 പേര് 4.32 ലാക്ക് ആൾക്കാരാണ് എന്ത് ചെയ്യുന്നത്, യൂണിവേഴ്സിറ്റി LGS എന്ന് പറയുന്ന ഈ ഒരു തസ്തികയിലേക്ക് അപ്ലൈ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ സ്റ്റാഫ് നഴ്സിന്റെ റാങ്ക് ലിസ്റ്റിൽ 3,696 പേര് വന്നിട്ടുണ്ട്. ഒഴിവുകളാണെങ്കിൽ 170 ഒഴിവുകൾ മാത്രമേ സ്റ്റാഫ് നഴ്സിൽ അപ്ലൈ അല്ലെങ്കിൽ വന്നിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് അറിഞ്ഞിരിക്കുക. വളരെ പ്രധാനപ്പെട്ട PSC വാർത്തകളാണ് ഞാനിപ്പോൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ അറിവുകൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി എത്തിച്ചു കൊടുക്കുക. അപ്പോൾ ഇതുപോലുള്ള ഇനിയും PSC വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കുമായിട്ട് നമ്മുടെ നോളജ് ഫാക്ടറി PSC എന്ന് പറയുന്ന ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി ഒരു PSC വാർത്ത ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയും ക്ലാസ്സും ഒക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.